അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. ഇനി നിസ്കാരത്തിന്റെ ശേഷമുണ്ടാകുന്ന സംശയത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരാൾക്ക് നിസ്കാരത്തിന്റെ ശേഷം നിയ്യത്ത്, തക്ബീറത്തുൽ ഇഹ്റാം, സലാം ഈ മൂന്നും അല്ലാത്ത മറ്റേതെങ്കിലും ഒരു ഫർളിൽ ഒരാൾക്ക് സംശയമുണ്ടായി എങ്കിൽ ആ സംശയത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല, നിസ്കാരത്തിന് യാതൊരു പ്രശ്നവുമില്ല. ഏതുപോലെ ഒരാൾക്ക് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്ത് അയാൾക്ക് മിസ്സായോ ഇല്ലേ എന്ന് സംശയിച്ചാൽ ആ സംശയത്തിനും ഇപ്രകാരം യാതൊരു ഫലവുമില്ല, അതുകൊണ്ട് നിസ്കാരത്തിന് യാതൊരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഇതേ സ്ഥാനത്ത് നിസ്കാരത്തിന്റെ ശേഷം ഒരാൾക്ക് ഉറപ്പായി, എന്താണ് ഉറപ്പായത്? നിസ്കാരത്തിന്റെ ഏതെങ്കിലും ഒരു ഫർള് അയാൾക്ക് നഷ്ടപ്പെട്ടു. ഒരു ളുഹ്ർ നിസ്കാരം അയാൾ നിസ്കരിച്ചു, ളുഹ്ർ നിസ്കാരത്തിന്റെ മൂന്നാമത്തെ റക്അത്തിൽ അയാൾ ഫാത്തിഹ ഓതിയില്ല, അല്ലെങ്കിൽ രണ്ടാമത്തെ റക്അത്തിലെ 2 സുജൂദിൽ ഒരു സുജൂദേ നിർവഹിച്ചിട്ടുള്ളൂ. ഇത്തരത്തിൽ നഷ്ടപ്പെട്ടു എന്ന് ബോധ്യമായാൽ, ഉറപ്പായാൽ എന്ത് ചെയ്യണം? സമയം ദീർഘിക്കുകയോ അല്ലെങ്കിൽ നജസ് പോലത്തതുമായി ബന്ധപ്പെടുകയോ ചെയ്യാത്തൊരു സാഹചര്യത്തിലാണോ അയാൾ ഉള്ളത് താനും. അപ്പോഴാണ് അയാൾക്ക് ഈ സംശയം വരുന്നത്. സമയം ദീർഘിച്ചിട്ടില്ല, നിസ്കാരം കഴിഞ്ഞ ഉടനെയാണ് ഈ സംശയം എങ്കിൽ ആ രണ്ടാമത്തെ റക്അത്തിലെ സുജൂദ് കൊണ്ടുവരിക, അതോടൊപ്പം നിസ്കാരം പൂർത്തീകരിക്കുകയും ചെയ്യുക. ഇനി സമയം ദീർഘിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നജസുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിലോ ആണ് സംശയം വരുന്നതെങ്കിൽ അയാൾ നിസ്കാരം തുടക്കം മുതലേ കൊണ്ടുവരേണ്ടതുണ്ട്. ഇതേ പ്രകാരം തന്നെ ഒരാൾക്ക് നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അയാൾ എടുത്തില്ല എന്ന് അയാൾക്ക് ഉറപ്പാണ്, സംശയമല്ല, ഉറപ്പാണ്. ഷർത്തുകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു ഷർത്ത് അയാൾക്ക് ഒഴിവായി പോയിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ ആ ഷർത്തിനെ അയാൾ വീണ്ടെടുക്കണം. ആ ഷർത്തിനെ വീണ്ടെടുത്താൽ മാത്രം പോരാ, നിസ്കാരം പിന്നെ തുടക്കം മുതൽ തന്നെ നിർവഹിച്ചു വരികയും വേണം. കാരണം ആ നിസ്കാരം പൂർണ്ണമായിട്ടും ബാത്തിലായി കഴിഞ്ഞു. കാരണം നിസ്കാരത്തിന്റെ ഷർത്ത് എന്ന് പറയുന്നത് നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നിസ്കാരത്തിന്റെ പുറത്ത് നിസ്കരിക്കുന്നതിന് മുൻപായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അത് അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിസ്കാരം പൂർണ്ണമായിട്ടും നഷ്ടമായി. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈ ഷർത്ത് എടുക്കുക, ശേഷം നിസ്കാരം പൂർണ്ണമായിട്ട് കൊണ്ടുവരികയും ചെയ്യുക. ഇതാണ് മറ്റുള്ള അഥവാ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമും അതുപോലെ തന്നെ സലാമും അല്ലാത്തവയിലുള്ള സംശയത്തിന്റെ പരിഹാരം. സംശയത്തിന് അടിസ്ഥാനമില്ല എങ്കിലും ആ ഫർളോ അല്ലെങ്കിൽ ആ ഷർത്തോ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അത് കൊണ്ടുവരേണ്ടതുള്ളൂ. സംശയത്തിന്റെ പേരിൽ ഈ മൂന്നുമല്ലാത്ത ഫർളുകൾ സംശയിച്ചതിന്റെ പേരിൽ നിസ്കാരത്തിന്റെ ശേഷമാണെങ്കിൽ ആ സംശയത്തിന് ഒരു അടിസ്ഥാനവുമില്ല, അതുകൊണ്ട് നിസ്കാരത്തിന് ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചുകൊണ്ട് അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.